നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75-ാം ജന്മദിന നിറവിൽ ജന്മദിനത്തിൽ അദ്ദേഹം എത്തുന്നത് മധ്യപ്രദേശിലേക്കാണ്. അവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ആദിവാസി ക്ഷേമം, വ്യവസായം എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിയോടെ ധാറിൽ അദ്ദേഹം മധ്യപ്രദേശിലെത്തും. മോദി സ്വസ്ഥ നാരി സശക്ത് പരിവാർ, 8ാമത് രാഷ്ട്രീയ പോഷൻ മാഹ് എന്നീ പദ്ധതികൾക്ക് സംസ്ഥാനത്ത് അദ്ദേഹം തുടക്കം കുറിക്കും. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ രാജ്യവ്യാപകമായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ജില്ലാ ആശുപത്രികൾ, മറ്റ് സർക്കാർ ആശുപത്രികൾ എന്നിവിടങ്ങളിലായ 1 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകൾ ആണ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം 10 ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് തുക കൈമാറും. ഗ്രാമങ്ങളിൽ ഗർഭിണികൾക്ക് മാതൃശിശു ആരോഗ്യത്തെക്കുറിച്ച് സമയബന്ധിതമായ വിവരങ്ങൾ നൽകുന്നതിനായി സുമൻ സഖി ചാറ്റ് ബോട്ടിന്റെ പ്രവർത്തനത്തിനും ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആദി കർമ്മയോഗി അഭിയാൻ പ്രകാരം ഗോത്ര മേഖലകളിൽ ആദി സേവ പർവ് പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ധാറിൽ 2150 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന PM മിത്ര പാർക്കിനും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. എന്തായാലും അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലോക നേതാക്കന്മാരുടെ ലോകമെമ്പാട് നിന്നുമുള്ള ആശംസാ പ്രവാഹമാണ് പ്രധാനമന്ത്രിക്ക്. തീർച്ചയായിട്ടും നെഹ്റുവിന് ശേഷം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തി എന്ന ഒരു നേട്ടം കൂടി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ പിറന്നാളിന് ഓപ്പറേഷൻ സിന്ദൂറും അതുപോലെ തന്നെ അമേരിക്കയെ താരിഫ് വിഷയത്തിൽ നേരിട്ടതെല്ലാം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ മാറ്റ് കൂട്ടുകയാണ്. ഇതിനിടയിൽ റോമിൽ നിന്നും അദ്ദേഹത്തെ തേടി ഒരു വലിയൊരു സർപ്രൈസ് എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. റോമിലെ പ്രമുഖ റെസ്റ്റോറന്റായ സോയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് പ്രശസ്ത ഇറ്റാലിയൻ ഷെഫ് വാലന്റീനോ റഹീം ത്രിവർണ്ണ മില്ലറ്റ് പിസ്സ ഉണ്ടാക്കി ആദരം അർപ്പിച്ചിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷയെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും നേരിടാൻ മില്ലറ്റുകളെ സൂപ്പർ ഫുഡായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ആഗോള സംരംഭത്തെ എടുത്തുകാട്ടുന്നതാണിത്. തിനയുടെ അടിസ്ഥാനത്തിലുള്ള പിസ ഇന്ത്യൻ പതാകയുടെ നിറങ്ങളായ കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിൽ അലങ്കരിച്ചിരുന്നു. പോഷക പരിഹാരമായി തിന അഥവാ ശ്രീ അന്നയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മോദിയുടെ നേതൃത്വത്തോടുള്ള റഹീമിന്റെ ആദരവിനെ ഇത് എടുത്തുകാട്ടുകയാണ്. ലോകമെമ്പാടുമുള്ള സുസ്ഥിര കൃഷിക്കും ആരോഗ്യകരമായ ഭക്ഷണ രീതികൾക്കുമുള്ള പ്രധാനമന്ത്രി മോദിയുടെ സമർപ്പണത്തെ ഷെഫ് റഹീം പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ ചെറുധാന്യ സംരക്ഷണം സൃഷ്ടിപരവും പ്രചോദനാത്മകവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾ ഐക്യരാഷ്ട്രസഭ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ ദർശനത്തോടുള്ള ആഗോള തലത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ആദരവിനെയും ഇത് സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യകാല ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചലോ ജീത്തെ ഹേ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതിന് അനുബന്ധ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രീയ വിദ്യാലയ സംഗതൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. CBSE, KVS, NVS ഉദ്യോഗസ്ഥർക്ക് അയച്ച കത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി അർച്ചന ശർമ്മ അവസ്ഥി 1888 സ്ഥാപിതമായ ഗുജറാത്തിലെ വാത്നഗറിലെ ചരിത്ര പ്രസിദ്ധമായ പ്രാദേശിക ഭാഷാ സ്കൂളുകളിൽ മന്ത്രാലയം നടത്തുന്ന പ്രേരണ ഒരു അനുഭവ പരിചയ പഠന പരിപാടിയുടെ ഭാഗമായി ഈ ചിത്രം പതിവായി പ്രദർശിപ്പിക്കാറുണ്ട് എന്ന് എടുത്തു കാണിച്ചു. പ്രേരണ പരിപാടിയിൽ ചിത്രം ഇതിനകം തന്നെ പങ്കെടുത്തവരിൽ ആഴത്തിലുള്ള ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അവർ അതിന്റെ സന്ദേശം ആന്തരികവൽക്കരിക്കുകയും അവരുടെ മനോഭാവങ്ങളും പ്രവൃത്തികളും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 പുറത്തിറങ്ങിയ ചലോ ജീത്തെ ഹേ എന്ന സിനിമ സെപ്റ്റംബർ 17-നും ഒക്ടോബർ 2-നും ഇടയിൽ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കും. അവിടെ വിദ്യാർത്ഥികൾ, നിശബ്ദ നായകന്മാർ, വാച്ച്മാൻമാർ, ക്ലീനിംഗ് സ്റ്റാഫ്, ഡ്രൈവർമാർ, പിയൂണുകൾ, സമൂഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നിശബ്ദമായി സംഭാവന നൽകുന്ന മറ്റുള്ളവർ എന്നിവരോടൊപ്പം പ്രദർശിപ്പിക്കണമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. എന്തായാലും 75-ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രിയെ തേടി ഒരുപാട് സർപ്രൈസുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തെ തേടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആശംസ എത്തിയിരിക്കുകയാണ്. 75-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെപ്റ്റംബർ 17-ന് പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനത്തിന് തലേന്നാണ് ട്രംപിന്റെ കോൾ വന്നത്. തന്റെ 75-ാം ജന്മദിനത്തിൽ ഫോൺ വിളിച്ചതിന് ഊഷ്മളമായ ആശംസകൾക്കും എന്റെ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപിന് നന്ദി. നിങ്ങളെപ്പോലെ ഇന്ത്യ US സമഗ്രവും ആഗോളവുമായ പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണ് എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി
കുറിച്ചു. ഉക്രൈൻ സംഘർഷത്തിൽ ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിനുള്ള നിങ്ങളുടെ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അത്ഭുതകരമായ ഒരു ഫോൺ സംഭാഷണം നടത്തിയെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപും പങ്കുവച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ പിന്തുണയ്ക്കും ട്രംപ് നന്ദി പറഞ്ഞു. എൻ്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു അത്ഭുതകരമായ ഫോൺ കോൾ നടന്നു. ഞാൻ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു. അദ്ദേഹം മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. നരേന്ദ്ര, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. ജൂൺ 17 ശേഷം 2 ലോക നേതാക്കൾ തമ്മിലുള്ള ആദ്യ സംഭാഷണം കൂടി ഇത് മാറിയിരിക്കുകയാണ്. ഗുജറാത്തിലെ മെക്സാനയിൽ 1950 സെപ്റ്റംബർ 17 മോദി ജനിച്ചത്. ജന്മദിനത്തോടനുബന്ധിച്ച് BJP വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത്. 2 ആഴ്ചത്തെ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരും BJPയും തുടക്കമിടും. പിറന്നാൾ ദിനം പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ 2150 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്യത്തെ ആദ്യ PM മിത്ര ടെക്സ്റ്റൈൽ പാർക്കിന് തറക്കല്ലിടും. ഉച്ചയ്ക്ക് 12 മണിയോടെ അദ്ദേഹം ധാറിൽ സ്വസ്ഥ നാരി സശക്ത് പരിവാർ 8ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് ക്യാമ്പയിനുകൾ എന്നിവയ്ക്ക് തുടക്കം കുറിക്കും. അരിവാൾ കോശ വിളർച്ചയ്ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനായി മധ്യപ്രദേശിൽ 1 കോടി അരിവാൾ കോശ സ്ക്രീനിങ്ങും കൗൺസിലിംഗ് കാർഡുകളും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ഏകദേശം 10 ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി മോദി നേരിട്ട് ഫണ്ട് കൈമാറുമെന്ന് റിപ്പോർട്ട്. ഗ്രാമപ്രദേശങ്ങളിലെ വിദൂര പ്രദേശങ്ങളിലെ ഗർഭിണികൾക്ക് മാതൃശിശു ആരോഗ്യത്തെക്കുറിച്ച് സമയബന്ധിതമായ വിവരങ്ങൾ നൽകുന്നതിനായി സുമൻ സഖി ചാറ്റ് ബോർഡ് അദ്ദേഹം തുടങ്ങും. ആദി കർമ്മയോഗി അഭിയാൻ പ്രകാരം ഗോത്രമേഖലകളിൽ ആദി സേവാ പർവ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എന്തായാലും മോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് BJPയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ രാജ്യമെമ്പാടും സേവാ പക്വാഡ സേവനവാരം ആചരിക്കും. മധ്യപ്രദേശിലാണ് പ്രധാനമന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. രക്തദാന, ആരോഗ്യ ക്യാമ്പുകൾ, ശുചിത്വ ദൗത്യങ്ങൾ, പരിസ്ഥിതി ബോധവൽക്കരണം, പ്രദർശനങ്ങൾ, സംഭാഷണ പരിപാടികൾ, വികലാംഗർക്കുള്ള ഉപകരണ വിതരണം, മോദി വികാസ് മാരത്തൺ, കായികമേളകൾ, ചിത്രരചനാ മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കും. ഏക് ഭാഗ്യ മാം കെ നാം സംരംഭത്തിന് കീഴിൽ വനിതാ സ്വയം സഹായ സംഘത്തിലെ ഒരു ഗുണഭോക്താവിന് പ്രധാനമന്ത്രി ഒരു തൈ സമ്മാനിക്കും. മധ്യപ്രദേശിലെ 10,000-ലധികം സ്ത്രീകൾ അവരുടെ മാ കി ഭാഗ്യ പൂന്തോട്ടങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. സർക്കാർ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.